ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ എങ്ങനെ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്കിപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലേ, വിറകടുപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. ചുട്ടരച്ച ചമ്മന്തിയുടെ സ്വാദ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഒരു പ്രത്യേക സ്വാദാണല്ലേ. അതേ സ്വാദിൽ തന്നെ നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ, ആദ്യമായിട്ട് മുളകാണ് എടുത്തിരിക്കുന്നത്. വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് നമുക്ക് എരിവിന് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില, സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള എടുത്തതാണ് കേട്ടോ. അപ്പോൾ സവാള, പുളി, തേങ്ങ, ഉപ്പ്. പുളി നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനാണ് പുളി എടുത്തിരിക്കുന്നത്. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം പുളി ഉണ്ടെങ്കിലേ നല്ല സ്വാദാവുള്ളൂ കേട്ടോ ചുട്ടരച്ച ചമ്മന്തിക്ക്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടിയിട്ടായിട്ടുള്ള മുളക്, അതിൻ്റെ തണ്ടുണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാം. അതുപോലെ ചീനിച്ചട്ടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഫ്ലെയിം നല്ലോണം കുറച്ച് വേണം, സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തരയ്ക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ തേങ്ങ വറുത്തരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കരിയുടെ ചൊവയായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ വറുത്തെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു സ്വാദ് കിട്ടണമെങ്കിൽ ഈ ഒരു പരുവത്തിന് തന്നെ നിങ്ങൾ വറുത്തെടുക്കാൻ നോക്കുക. അപ്പോൾ അതാ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഞാൻ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളകാണ് കേട്ടോ. അപ്പോൾ ഇതാ മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ ആ ഒരു തണ്ടൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത്. തണ്ട് കളഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരയ്ക്കുമ്പോൾ ആ ഒരു തണ്ടും കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തണ്ട് ഇല്ലാതെയാണ് ഞാൻ ഈ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിലർ പറയും തണ്ടോടുകൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ തണ്ടിലാണ് അതിൻ്റെ എരിവിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഈ മുളകൊക്കെ പൊടിക്കാൻ നേരത്ത് ചിലർ തണ്ട് എടുക്കാതെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എരിവ് കൂടുതലുള്ളത് മുളകിൻ്റെ തണ്ടിനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനിവിടെ തണ്ട് മാറ്റിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഏകദേശം ഒരു തണ്ടോളം കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പിലയൊക്കെ നമുക്ക് എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചേർക്കുക. നല്ല മണവും അതുപോലെ സ്വാദും കൂടും കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചുട്ടരച്ച ചമ്മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെ ഈ ഒരു ചമ്മന്തിക്ക് കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിയാണ് കേട്ടോ. പുളിയും കൂടെ നമുക്കിതിൽ വറുത്തെടുക്കണേ. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് പോകുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ വറുത്ത് തന്നെ എടുക്കണം. സാധാരണ നമ്മൾ ചുട്ടരയ്ക്കുമ്പോഴത്തേക്കും തേങ്ങയും അതുപോലെ മുളകും ഒക്കെ അല്ലേ ചുട്ടരയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു ചമ്മന്തിക്ക് നമ്മൾ പുളിയും ഇതിലിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പുളി അരച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാള 2-3 കഷ്ണമാക്കിയിട്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറിലേക്ക് മാറി വന്നിട്ടുണ്ട്. നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാമേ. കണ്ടില്ലേ, നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല ബ്രൗൺ കളർ. ഒരു പരുവാകുമ്പോൾ നമ്മൾ മാറ്റി തണുക്കാൻ വയ്ക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് കരിച്ചെടുക്കരുത്. കരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കരിയുടെ ഒരു സ്വാദ് വരും. അപ്പോൾ ഈ ഒരു നിറം ആകുമ്പോൾ തന്നെ നമ്മൾ ഈ തീയലിനൊക്കെ വറുത്തരയ്ക്കില്ലേ, അതേ ഒരു നിറം ആകുമ്പോൾ തന്നെ നമ്മൾ അതെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഉപ്പും കൂട്ടി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, ഈ വറുക്കുമ്പോൾ ഉപ്പ് ചേർക്കില്ല. നമ്മൾ ഉപ്പ് ആവശ്യാനുസരണം അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല സ്വാദാണ് കേട്ടോ. നല്ല ഒരു ചമ്മന്തിപ്പൊടിയുടെയും അതുപോലെ ചുട്ടരച്ച ചമ്മന്തിയുടെയൊക്കെ ടേസ്റ്റിലുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചുണ്ടാക്കിയ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.